ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ്. ടോക്കീസില് ഇന്ന് നമുക്ക് ചൊവ്വാഴ്ചയാണ്. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവിടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു. അതെ, അത് നമുക്കൊന്ന് നോക്കണം, റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 DTDC കൊറിയർ അയക്കാനുണ്ടായിരുന്നു, അത് അയക്കണം. പിന്നെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ. പക്ഷേ ഇന്നത് തെറ്റി. ഇന്ന് ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്ളോഗ് കണ്ട്, പിന്നെ കുഞ്ഞിന് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു വീഡിയോയും കണ്ട്. കുഞ്ഞിനാണെങ്കിൽ 2 ദിവസം കൊണ്ടേ മന്തി കഴിക്കണമെന്നൊരു കൊതി. മന്തി കഴിക്കണം എന്ന് വഴക്ക്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു വഴക്ക്. അപ്പൊ ഞങ്ങൾ വെച്ചോ ഇന്ന് ഡയറ്റ് പ്ലാൻ നാളത്തേക്ക് ചേഞ്ച് ചെയ്താലോ, ഇന്നും കൂടി നമുക്ക് കഴിച്ചിട്ട് നാളത്തേക്ക് ചേഞ്ച് ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അടൂര് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടൂരോട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ അടൂര് ബസ് കയറി. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. 3 പേരുള്ളത് കൊണ്ട് നമുക്ക് 2 വീലറിൽ ഞങ്ങളുടെ മൈവാഹനത്തിൽ പോകാൻ പറ്റത്തില്ല ആക്ച്വലി. ഞങ്ങളങ്ങനെ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂട്, വെയിലുമുണ്ട്. പക്ഷെ നമ്മൾ ഡയറ്റിലല്ലാത്തത് കൊണ്ടും നമുക്ക് ഡയറ്റ് പ്ലാൻ മാത്രമേ ഉള്ളത് കൊണ്ടും നമ്മൾ മന്തി കഴിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അപ്പോൾ മന്തി വിത്ത് ജ്യൂസ് ആണോ ഷേക്കാണോ നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിക്കുന്നത് 2-3 സ്പോട്ടുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുന്ന 2-3 സ്പോട്ടുണ്ട്. അൽറാസി, പിന്നെ തപാനം, അങ്ങനെ 1-2 സ്പോട്ടുകളുണ്ട്. ഇവിടെ ഏതെങ്കിലും അൽറാസിലാണ് കഴിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ അൽറാസിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ 2 അല്ല, ഫ്രണ്ടിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി ഇപ്പോൾ ബാക്കിലോട്ട് വന്നിരുന്നേ ഉള്ളൂ. എവിടെയായി? ഇപ്പോൾ നമ്മൾ ഇളമണ്ണൂരൊക്കെയായി. ഇളമണ്ണൂർ എന്ന് പറയുമ്പോൾ അടൂർ പോകുന്നതിന് മുമ്പുള്ളൊരു സ്റ്റോപ്പാണ് ഇളമണ്ണൂർ എന്ന് പറയുന്നത്. നമ്മൾ ഇളമണ്ണൂരായി ഗൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ എത്തും. മന്തി തീർന്നാലും റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമ്മളങ്ങനെ അടൂര് അൽറാസിയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഏതാണ്? അൽഫാം മന്തി ഹാഫാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ചേച്ചി ഫുഡ് ഡയറ്റാണേ. ഇതോ ആയിരിക്കുന്നത് എൻ്റെ സംഘ്. അതിൽ ശരിക്കും പറയുന്നത് അൽറാസിയിലെ മന്തി നല്ല സൂപ്പറാണ്. കാരണം ഞാൻ കഴിച്ചതിൽ വെച്ച് ഞാനിപ്പോൾ ഒരുപാടെടുത്ത് മന്തി മനസ്സിൽ കരുനാഗപ്പള്ളിയിൽ പോയി കഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തപാനിൽ കഴിച്ചിട്ടുണ്ട്. ഇവിടെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊരു പ്രത്യേക അഡിക്ഷനൊക്കെ പറയാറില്ലേ, അതാണ് എനിക്ക് അൽറാസിയിലെ മന്തി. വൺ ഓഫ് ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവിടുത്തെ മന്തി. ഞാൻ ഒരു മന്തി ഫാൻ അല്ല ആക്ച്വലി, പക്ഷേ എനിക്ക് ഇവിടുത്തെ മന്തി കഴിക്കുമ്പം ഞാനൊരു ഫാനായി മാറുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ് അത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ശരണ്യം പറയുമായിരുന്നു നല്ല സൂപ്പറാണെന്ന്. കുഞ്ഞു വരെ പറഞ്ഞ് നല്ല സൂപ്പറാണെന്ന്. അവൻ കാണിക്കുന്നുണ്ടല്ലേ സൂപ്പറാണെന്ന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും അൽറാസി വിസിറ്റ് ചെയ്യണം. അൽറാസി എന്ന് പറയുന്നത് നമ്മുടെ അടൂർ ബൈപ്പാസിലാണ് നമ്മുടെ അൽറാസി റെസ്റ്റോറൻറ്റ് വരുന്നത്. ഒരുപാട് വെറൈറ്റി മന്തി ഡിഷസ് അവിടെ അവൈലബിൾ ആണ്. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ് അൽറാസി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് പോയി ട്രൈ ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് മന്തി കഴിച്ചിരിക്കണം. പിന്നെ നമ്മൾ വേറെ എങ്ങും പോയി കഴിക്കത്തില്ല, അവിടുന്ന് തന്നെ. ഒന്നും കൂടി പറയും, ഇവിടെയാണ് അൽറാസി വരുന്നത്. അടൂര് ബൈപ്പാസിലായിട്ടാണ് അൽറാസി വരുന്നത്. നമ്മൾ നേരെ ഞങ്ങൾ പറഞ്ഞൊരു സ്ഥലം പറക്കോട്ടെന്ന് കോട്ടമുകൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹിഡൻ സ്പോട്ട് തപ്പി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എത്തിച്ചേർന്നത് PWD ഓഫീസറുടെ റെസ്റ്റ് ഹൗസിലാണ്, പൊതുമരാമത്ത് ഓഫീസറുടെ കാര്യാലയത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. വലിയ വെയിലുമില്ല, എന്നാൽ ഒട്ടും ചൂടുമില്ല, ഒരു ഇളം കാറ്റും അതൊക്കെ നല്ലതായിട്ട്. ഇതൊക്കെ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുഞ്ഞ് അവിടെ കിടന്ന് പറയുന്നുണ്ട് നമുക്ക് പാർക്കിൽ പോകാമെന്ന്. അവനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. അടൂര് പാർക്കില്ല എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറച്ച്, എന്നാലും വലിയ ഒരുപാട് വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നടന്നു. നമ്മൾ വീട്ടിലോട്ട് വരുമായിരുന്നു.
തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് നമ്മൾ ബസ്സിനാണെങ്കിലും ഇങ്ങോട്ട് നമ്മൾ നമ്മുടെ സംഘിന്റെ കാറിലാണ് പോകുന്നത്. സംഘ് ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ വീടെത്തും. ഓക്കെ ഗായ്സ്, വീടെത്തുന്നതിന് മുമ്പ് 1-2 കൂട്ടം കാര്യങ്ങൾ പത്തനാപുരത്ത് പോയിട്ട് ചെയ്യാനുണ്ട്. സോ അതും കൂടി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടെത്തിയതിനു ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കണ്ട എന്ത് നല്ല റോഡുകളാണെന്ന് നോക്കിക്കേ. നമ്മുടെ വികസനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആരും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടരുത് ഗായ്സ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീടെത്തി, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇടയ്ക്ക് കുറച്ച് തിരക്കായി പോയി, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് കാര്യം കുഞ്ഞു കൂടെ വന്ന് ഉറങ്ങിപ്പോയി. ഫസ്റ്റ് കാര്യം അതാണ്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ തുടങ്ങിയത് എവിടാണോ അവിടെ തന്നെ നമ്മൾ വീഡിയോ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശരണ ചേച്ചിയുടെ മയിൽവാഹനമായിട്ട് എന്റെ വീട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. ബൈ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യണം. അതെ.